السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. നമ്മൾ ഇന്നലെ അസ്തിഖായി എന്നുള്ള പാഠം കുറച്ചെടുത്ത് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒന്ന് എടുക്കട്ടോ, നല്ല ശ്രദ്ധിക്കട്ടോ. ഓക്കെ. അമ്മ ഉമർ, നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞത്? ഇപ്പോൾ ഹസനെക്കുറിച്ചും ഖാസിമിനെക്കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഉമർ, മുഹമ്മദ്, ഈ രണ്ട് കുട്ടികളെ കുറിച്ചാണല്ലോ അല്ലേ, സുഹൃത്തുക്കളെ കുറിച്ച്. അപ്പോൾ അമ്മ ഉമറു, അപ്പോൾ ഉമർ എന്ന കുട്ടി സൗദിയൻ്റെ സുഹൃത്ത്. വലതുൻ യതീമുൻ, അവൻ അനാഥ കുട്ടിയാണ്. അനാഥ യതീം പറഞ്ഞാൽ യതീമായതിലെ യതീമായ കുട്ടിയാണ്, അനാഥ കുട്ടിയാണ്. യസ്കുനു ഫി ഹയ്യന, ഞങ്ങളുടെ കോളനിയിലാണ് അവൻ ഹയ്യന ഐലൻ, അവനും എന്നർത്ഥം. അവനും താമസിക്കുന്നത് ഞങ്ങളുടെ കോളനിയിൽ തന്നെയാണ്. ഉമ്മുഹു അജൂസുൻ, അവൻ്റെ ഉമ്മ അജൂസുൻ, കിളവിയാണ്. കിളവി പറഞ്ഞാൽ വൃദ്ധയാണ് എന്നർത്ഥം. വളരെ വൃദ്ധയാണ് അവൾ. ആരെ? അദ്ദേഹത്തിൻ്റെ ഉമറിൻ്റെ ഉമ്മ. തക്തസിബു ബിൽ ഖിയാത്ത, തുന്നൽ കൊണ്ടാണ് ജീവിതം അധ്വാനിക്കുന്നത്. അഥവാ തക്തസിബു, സമ്പാദിക്കുന്നു, ജീവിക്കാനുള്ളതൊക്കെ സമ്പാദിക്കുന്നു. എക്തസിബാണ് നേടിയെടുക്കുക, സമ്പാദിക്കുക. ബിൽ ഖിയാത്തത്തി, തുന്നൽ കൊണ്ട്, തുന്നലാണ് ടൈലറിങ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഒരു തുന്നൽ ജോലി ചെയ്തിട്ടാണ്. തുന്നൽ ജോലിക്കാരിയായിട്ടാണ് ഉമറിൻ്റെ ഉമ്മ ജോലി ചെയ്യുന്നത് എന്നർത്ഥം. തക്തസിബു, സമ്പാദിക്കുന്നു. ബിൽ ഖിയാത്തത്തി, തുന്നൽ കൊണ്ട്. ഓക്കെ. വതുൻഫിഖു അലാ വലദിഹ, തൻ്റെ മകനായ ഉമറിനിക്ക് തുൻഫിഖു, ആ ഉമ്മ ചിലവഴിക്കുകയും ചെയ്യുന്നു. ഈ മകൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ചിലവഴിക്കുകയും ചെയ്യുന്നു. എന്തിലൂടെ കിട്ടുന്ന? തുന്നലിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് എന്നർത്ഥം. വലാക്കിന്ന ഉമർ, എന്നാൽ ഉമറോ വലതുൻ കബീറുൻ, വലതുൻ കബീറുൻ, വലതുൻ കബീറുൻ നഫ്സ് കേട്ടോ. വലതുൻ കബീറുൻ നഫ്സി, വലതുൻ ആ ഉമർ കുട്ടി, കബീറുൻ നഫ്സി, വലിയ മനസ്സിനുടമയാണ്. ഒരു എന്താ പറയുക, മഹത്തരമായ മനസ്സിനുടമയാണ്. കബീറുൻ നഫ്സ്, കബീർ എന്ന വലുത്, മഹത്തമുള്ളത് എന്നൊക്കെ അർത്ഥം. അന്നഫസി, മഹത്തമുള്ള മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ ഉമർ എന്ന വിദ്യാർത്ഥി. ലാ യഖ്ബലു മിൻഹാ ഷൈഅ, ആ ഉമ്മയിൽ നിന്നൊന്നും വാങ്ങാറില്ല. കാരണം ഉമ്മ തന്നെ പ്രയാസത്തിലാണല്ലോ, അതുകൊണ്ട് എന്ത് വാങ്ങാറില്ല? ലാ യഖ്ബലു, ആ ഉമർ സ്വീകരിക്കാറില്ല, വാങ്ങാറില്ല, സ്വീകരിക്കുകയില്ല. മിൻഹ, ആ ഉമ്മയിൽ നിന്ന് ഷൈഅൻ, ഒന്നിനെയും. കാരണം ആ ഉമ്മക്ക് അധ്വാനിക്കുന്നത് ഉമ്മക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉമർ തൻ്റെ ഉമ്മയിൽ നിന്ന് ഒന്നും സ്വീകരിക്കാറേ ഇല്ല. സിയാബുഹു, നമ്മുടെ ഉമറിൻ്റെ വസ്ത്രങ്ങൾ റഹീസത്തുൻ, വളരെ വില കുറഞ്ഞതാണ്. അപ്പോൾ ചെലവ് ചുരുക്കിയിട്ട് റഹീസത്തുൻ, വളരെ വില കുറഞ്ഞതാണ്. വലാക്കിന്നഹ, എങ്കിലും ആ വസ്ത്രങ്ങളൊക്കെ, വലാക്കിന്നഹ, വസ്ത്രങ്ങൾ, ദായിമൻ, എപ്പോഴും, നളീഫത്തുൻ, നല്ല വൃത്തിയുള്ളതായിരിക്കും. വലാക്കിന്നഹ, എങ്കിലും ആ വസ്ത്രങ്ങളൊക്കെ, ദായിമൻ, എപ്പോഴും, നളീഫത്തുൻ, വൃത്തിയുള്ളതാണ്. യുഹിബ്ബുഹു, ആരെ? ഉമറിനെ ഇഷ്ടപ്പെടുന്നു. ജമീഉൽ മുഅല്ലിമീൻ, എല്ലാ അധ്യാപകരും. ഇവിടെ ജമീഉ എന്നുള്ള ഫായില്, യുഹിബ്ബുഹു എന്നുള്ളതാണ് മഫൂല്, ഹു എന്നുള്ള മഫൂല്. അപ്പോൾ യുഹിബ്ബുഹു, നമ്മുടെ ഉമറിനെ ഇഷ്ടപ്പെടുന്നു. ജമീഉൽ മുഅല്ലിമീൻ, എല്ലാ അധ്യാപകന്മാരും നമ്മുടെ ഉമറിനെ ഇഷ്ടപ്പെടുന്നു. ലിസ്വലായിഹി, അവൻ്റെ നന്മക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവനിൽ ഒരുപാട് നന്മകളുണ്ട്. സ്വലാഹിയത്ത്, നല്ല ഗുണങ്ങളാണ് അവനിലുള്ളത്. അതുപോലെ തന്നെ അദബിഹി, അവൻ്റെ മര്യാദയ്ക്ക് വേണ്ടി, അവൻ്റെ മര്യാദയ്ക്കും വേണ്ടി. വജ്തിഹാദിഹി, അവൻ്റെ പരിശ്രമങ്ങൾ കാരണമായി എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിശ്രമം ഉണ്ടായത് വേണ്ടി അവനെ അധ്യാപകരൊക്കെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ മുവാലബത്തിഹി, മുവാലബ എന്ന് പറഞ്ഞാൽ സ്ഥിരാധ്വാനം, കഠിനാധ്വാനം എന്ന അർത്ഥത്തിനേക്കാണ്. അഥവാ മുഴുവൻ കഴിവും, തൻ്റെ ഉപയോഗിക്കാൻ കഴിയുന്ന മുഴുവൻ കഴിവും ഉപയോഗിച്ച് അധ്വാനിക്കുക, അല്ലെങ്കിൽ പരിശ്രമിക്കുക, അതിനേക്കാണ് എന്ത് പറയുക? മുവാലബത്ത്. വാലബ അല എന്ന് പറയും, പതിവാക്കുക എന്നുള്ളതിനേക്ക്. അപ്പോൾ മുവാലബത്തി, അവൻ്റെ സ്ഥിരോത്സാഹം ഉണ്ടായതിന് വേണ്ടി ഒരു എന്താ പറയുക, കഠിനാധ്വാനം, സ്ഥിരമായ അധ്വാനം അതുണ്ടായതിന് വേണ്ടി. സ്ഥിരമായ അധ്വാനത്തിനെയാണ് എന്താ പറയുക? മുവാലബ, പതിവായിട്ടുള്ള അധ്വാനം എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതൊക്കെ ഉണ്ടായതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അധ്യാപകർ ഇവനെ ഇഷ്ടപ്പെടുന്നു. വലം യർസുബ് ഉമർ, റസബ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു.
പരാജയപ്പെടുക എന്നർത്ഥം. അപ്പോൾ വലം യർസുബ്, പരാജയപ്പെട്ടിട്ടില്ല ഉമർ പരാജയപ്പെട്ടിട്ടേ ഇല്ല. ഫിലിംതിഹാന്, പരീക്ഷയിൽ, ഇല്ല മറത്തൻ, ഒരു പ്രാവശ്യമല്ലാതെ. ഇതൊക്കെ ഞങ്ങൾ നോക്കി വെക്കേണ്ടത്, ഇതിൻ്റെ ഓരോ പ്രയോഗങ്ങളൊക്കെ. ഇല്ല മറത്തൻ വാഹിദ്, ഇല്ല മറത്തൻ, ഒരു പ്രാവശ്യമല്ല. മറത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം, മറാത്ത് പറഞ്ഞാൽ പ്രാവശ്യങ്ങൾ എന്നാണ്. അപ്പോൾ മറത്ത് പറഞ്ഞാൽ ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഉമർ പരീക്ഷയിൽ പരാജയപ്പെട്ടത്. അപ്പോയോ, പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോയോ, വഹസിന കസീറൻ, ഒരുപാട് ദുഃഖിക്കുകയും ചെയ്തു. അന്ന് പരീക്ഷയിൽ പരാജയപ്പെട്ട് കാരണം ഒരുപാട് ദുഃഖിച്ചു. വഹസിനത്ത് ഉമ്മുഹു, ആ ഉമർ മാത്രമല്ല ദുഃഖിച്ചത്, വഹസിനത്ത് ഉമ്മുഹു, ആ ഉമറിൻ്റെ ഉമ്മയും ദുഃഖിച്ചു. ഹസിനത്ത്, ഒരു സ്ത്രീ ദുഃഖിച്ചു എന്നല്ലേ. അപ്പോൾ ഉമ്മുഹു, ഉമ്മ, ആരെ, നമ്മുടെ ഉമറിൻ്റെ ഉമ്മയും ദുഃഖിച്ചു. ലമ്മ റസബ ഉമർ പരാജയപ്പെട്ടപ്പോൾ, ലമ്മ എന്നാൽ ആയപ്പോൾ എന്നർത്ഥം, റസബ എന്നാൽ പരാജയപ്പെടുക. ഉമർ പരാജയപ്പെട്ടപ്പോൾ ഉമറിൻ്റെ ഉമ്മ ദുഃഖിച്ചു. ഫിലിംതിഹാനി, പരീക്ഷയിൽ ഉമർ പരാജയപ്പെട്ടപ്പോൾ. അറാദ ഉമർ, അപ്പോൾ പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ ഉമർ ഉദ്ദേശിച്ചു, അയ്യത്തുറുക്കൽ മദ്രസ, സ്കൂള് ഒഴിവാക്കാൻ. പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ സ്കൂളിനെ ഒഴിവാക്കാൻ അവൻ ഉദ്ദേശിച്ചു. വലാക്കിൻ, പക്ഷേ, ഷജ്ജഅത്ത് ഉമ്മുഹു, അവൻ്റെ ഉമ്മ, ഉമറിൻ്റെ ഉമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചു, പ്രേരിപ്പിച്ചു, താല്പര്യപ്പെടുത്തി. ഷജ്ജഅത്ത് ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രേരിപ്പിച്ചു. വഖാലത്ത്, എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, അന അക്തസിബു ബിൽ ഖിയാത്ത, ഞാൻ സമ്പാദിക്കുന്നു, ബിൽ ഖിയാത്തത്തി, തുന്നിക്കൊണ്ട്, അഥവാ തുന്നൽ ജോലി ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ സമ്പാദിക്കുന്നുണ്ട്. ഉൻഫിഖു അലൈക, നിൻ്റെ മേൽ ഞാൻ ചിലവഴിക്കുന്നുമുണ്ട്. ഉൻഫിഖു, ഞാൻ ചിലവഴിക്കുന്ന, അലൈക, നിനക്ക്. അപ്പോൾ എന്ത് ചെയ്തു, നീ പഠനം നിർത്തണ്ട, നീ തുറന്ന് പഠിച്ചോ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്ത് നിനക്ക് ചിലവേള കണ്ടെത്താമെന്ന് പറഞ്ഞു. അപ്പോൾ വറജാഉ ഉമർ ഇലൽ മദ്രസ, അപ്പോൾ അവസാനം മദ്രസയിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. വജ്തഹദ കസീറൻ, എന്നിട്ട് ഒരുപാട് പരിശ്രമിച്ചു. കസീറൻ, ഇജ്തഹദ, പരിശ്രമിച്ചു. കസീറൻ, ഒരുപാട് പരിശ്രമിച്ചു. വനജഹ ഫിൽ ഇംതിഹാൻ, അങ്ങനെ പരീക്ഷയിൽ വിജയിച്ചു. നജഹ, വിജയിച്ചു. റസബ, പരാജയപ്പെടുക. അപ്പം നജഹ ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ വിജയിച്ചു. ഫിസ്സനത്തി സാനിയ, രണ്ടാം വർഷത്തിൽ, അഥവാ രണ്ടാമത്തെ വർഷത്തിൽ പരീക്ഷയിൽ വിജയിച്ചു. ബറസ ഫിൽ ഇംതിഹാൻ, ബറസ എന്ന് പറഞ്ഞാൽ, ബറസ എന്ന് പറഞ്ഞാൽ വെളിവാകുക, എന്നാൽ ബറസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ മികക്കുക എന്നർത്ഥം. ബറസ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ മറ്റുള്ളവരെക്കാൾ മികക്കുക, കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ ആവുക എന്നർത്ഥത്തിന് കേട്ടോ. അപ്പോൾ ബറസ ഫിൽ ഇംതിഹാൻ, ആ പരീക്ഷയിൽ ഏറ്റവും ഫസ്റ്റായി മാറിയവൻ എന്നർത്ഥം. മറ്റുള്ളവരെക്കാൾ മികച്ചു, ബറസ, മറ്റുള്ളവരെക്കാൾ മികക്കുക എന്നർത്ഥം. അപ്പോൾ ബറസ ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ മറ്റുള്ളവരെക്കാൾ മികച്ചു എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ അടുത്തത് അമ്മ മുഹമ്മദ്. അപ്പം മുഹമ്മദ് അടുത്ത ആളുണ്ട്, നമുക്ക് പറയാനുള്ള അവസാനത്തെ ആളാണ് ഒരു മുഹമ്മദ്. അപ്പോൾ മുഹമ്മദിൻ്റെ അവസ്ഥ എങ്ങനത്തെ അവസ്ഥയാണ്? അപ്പോൾ അമ്മ മുഹമ്മദിൻ്റെ സാഹചര്യങ്ങൾ പറയാണ്. അപ്പോൾ തിൽമീദ്, അവൻ കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ് എന്നർത്ഥം. തിൽമീദ്, താലിബ്, അതുപോലെ തന്നെ തിൽമീദ് എന്ന വിദ്യാർത്ഥിയാണ്. തിൽമീദ് എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ നോക്കണം കേട്ടോ. എല്ലാ പദങ്ങളും കണ്ടെത്തിയാലും അടിസ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ തെൽമത എന്നാണ്. തെൽമത എന്ന് പറഞ്ഞാൽ ശിഷ്യനായി സ്വീകരിക്കുക എന്നർത്ഥം. തെൽമത എന്ന് പറഞ്ഞാൽ ശിഷ്യനായി അഥവാ വിദ്യാർത്ഥിയായിട്ട് സ്വീകരിക്കുക, തെൽമത. അതിൽ നിന്നാണ് തിൽമീദ് എന്ന പദം ഉണ്ടായത്. തിൽമീദ് എന്ന വിദ്യാർത്ഥി, അതിൻ്റെ ജമ്മാണല്ലോ തലാമീദ്. അപ്പോൾ തിൽമീദുൻ, അവൻ വിദ്യാർത്ഥിയാണ്. നജീബ് എന്ന് പറഞ്ഞാൽ നെജുബ എന്ന ഫീലാണ്. നെജുബയിൽ നിന്നാണ് എന്തുണ്ടായത്, നജീബ് എന്ന ഫീൽ ഇസ്മുണ്ടായത്. അപ്പോൾ നജീബ് എന്ന് പറഞ്ഞാൽ ഉന്നത ജാതിയിൽപ്പെട്ടയാൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുക, ഉന്നതൻ എന്നർത്ഥത്തിന് കേട്ടോ. അപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഉന്നതമായിട്ട് തറവാട്ടിലുള്ള ആൾ എന്നർത്ഥം. അപ്പോൾ നജീബ് എന്ന് പറഞ്ഞാൽ അവൻ നല്ല ഉന്നതമായ തറവാട്ടിൽ പിറന്ന ആളാണ്. അഥവാ നമ്മൾ ആരെപ്പോലെയല്ല, മുമ്പ് പറഞ്ഞ ഉമറിനെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റ്. നജീബൻ, അവൻ ഉന്നത കുല ജാതനാണ്.
മുജ്തഹിദുൻ എന്ന് മാത്രമല്ല മുജ്തഹിദുൻ അവൻ പരിശ്രമശാലിയാണ്, ജിദ്ദൻ നല്ല പരിശ്രമിക്കുന്ന പരിശ്രമശാലിയുമാണ്. യുബരിസു ഫിൽ ഇംതിഹാനി കുല്ല സന എല്ലാ വർഷത്തിലും, യുബരിസു അവൻ മറ്റുള്ളവരെക്കാൾ മികക്കുന്നു, ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ, കുല്ല സനത്തിൻ എല്ലാ വർഷവും അവൻ പരീക്ഷയിൽ മികച്ചു വരുന്നു മറ്റുള്ളവരെക്കാൾ. വവലദുൻ കാത്തിബുൻ എന്ന് മാത്രമല്ല, വവലദുൻ അവൻ കുട്ടിയാണ്, കാത്തിബുൻ നല്ല എഴുത്തുകാരനാണ്, കാത്തിബുൻ എഴുത്തുകാരനാണ്, ജയ്യിദുൽ ഖത്തി നല്ല കയ്യക്ഷരമാണെന്നർത്ഥം. ജയ്യിദുൽ ഖത്ത്, ഖത്ത് പറഞ്ഞാൽ എഴുത്തല്ലേ, അപ്പോൾ എഴുത്തിൻ്റെ ശൈലി നല്ലതാണ്. ജയ്യിദുൽ ഖത്തി നല്ല സുന്ദരമായ നല്ല ഖത്ത് എഴുത്താണ്. അതുപോലെ തന്നെ യഅരിഫു കിതാബത്ത റസായിൽ, അതുപോലെ തന്നെ ജയ്യിദുൽ ഖത്ത് എന്ന് പറഞ്ഞാൽ നല്ല എഴുതും എന്നർത്ഥത്തിന്. എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങിനും പറയാം, നല്ലതായിട്ട് എഴുതുന്നതിനും പറയാം, നല്ല കഥകളും ചരിത്രങ്ങളൊക്കെ എഴുതുന്നതിനും പറയാം. അങ്ങനെ യഅരിഫ് കിതാബത്ത റസായിൽ അവനിക്ക് കത്ത് എഴുതാൻ അറിയാം. യഅരിഫു അവൻ അറിയുന്നു, കിതാബത്ത റസായിൽ കത്ത് എഴുത്ത് അവൻ അറിയുന്നു. വഹുവ അവൻ ആരെ നമ്മുടെ മുഹമ്മദ് മുതഖദ്ദിമുൻ ഫിസ്സഫി ക്ലാസ്സിലെ മുതഖദ്ദിമുൻ ഏറ്റവും മുമ്പിലുള്ള വിദ്യാർത്ഥിയാണ്, മുതഖദ്ദിം മുന്നോട്ടുള്ള വിദ്യാർത്ഥിയാണ് ഫിസ്സഫി ക്ലാസ്സിൽ. അതുപോലെ തന്നെ മുവാളിബുൻ അലദ്ദർസി മുവാളിബുൻ അവൻ സ്ഥിരോത്സാഹിയാണ്, സ്ഥിരോദ്ധാനിയാണ്, അലദ്ദർസി പാഠങ്ങളുടെ മേൽ, പാഠങ്ങളുടെ എന്ന് പറഞ്ഞാൽ പാഠത്തിൽ അവൻ സ്ഥിരമായിട്ട് അധ്വാനിക്കുന്നയാളാണ്. വജമീഉ അസ്തിഖായി ഇനി പറയണേ, വജമീഉ അസ്തിഖായി എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മുഹാഫളൂന അലസ്വലാത്ത്, മുഹാഫളൂൻ അവർ സൂക്ഷിക്കുന്നവരാണ്, അവർ പതിവാക്കുന്നവരാണ്. ഹാഫള ഹഫള മനഃപ്പാടമാക്കുക എന്നൊക്കെ അർത്ഥമാണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ളതാണ് ഹാഫള പതിവാക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക, അലസ്വലവാത്തി നിസ്കാരങ്ങൾ നല്ല ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന വിദ്യാർത്ഥിയാണ്. എല്ലാവരും നിസ്കാരങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ്. മുവാളബൂൻ അല ദുറൂസ് പാഠങ്ങളിൽ അവർ സ്ഥിരോത്സാഹിയുമാണ്, സ്ഥിരോദ്ധാനിയുമാണ്. ഓക്കെ, വാളബ അല സ്ഥിരമായിട്ട് അധ്വാനിക്കുക എന്നർത്ഥം. അപ്പോൾ മുവാളിബൂന അല ദുറൂസ് പാഠങ്ങളിൽ സ്ഥിരമായി അധ്വാനിക്കുന്നയാളുമാണ്. വലം നതഹാസം ഖത്തു ഞങ്ങൾ പരസ്പരം തർക്കിച്ചിട്ടേ ഇല്ല. വലം തഗ്ലബ് ഞങ്ങൾ പരസ്പരം ദേഷ്യപ്പെടുകയോ ഇല്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളൊന്നും എന്തായിട്ടില്ല, അവരെ ഞങ്ങളെല്ലാവരും പരസ്പരം സൗഹൃദത്തിലാണ്. നതഹാസം നമ്മൾ തർക്കിച്ചിട്ടേ ഇല്ല. വലം തഗ്ലബ് നമ്മൾ പരസ്പരം ദേഷ്യപ്പെട്ടിട്ടുമില്ല. അർജു ഞാൻ ആഗ്രഹിക്കുന്നു, അല്ല ആക്കൂന ഞാൻ ആവാതിരിക്കാൻ, അല്ല ആക്കൂന ഞാൻ ആവാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷർറൽ അസ്തിഖാ ഷർറൽ അസ്തിഖാന ഷർ പറഞ്ഞാൽ എന്താ, ഷർ അഷ്റാർ എന്ന് പറയും. എന്നാൽ ചീത്തയാളുകൾ, ചീത്ത സുഹൃത്തുക്കൾ, ഷർറൽ അസ്തിഖാന ചീത്ത സുഹൃത്തുക്കളാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുടെ അനുഭവമാണല്ലോ, മദർസിലുള്ള കുട്ടികളെ പറ്റിയും എൻ്റെ സുഹൃത്തുക്കളെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഇതിലെ പദങ്ങളൊന്നും കൂടി നോക്കുക. യത്തീം എന്ന് പറഞ്ഞാൽ അനാഥ, യസ്കുന് താമസിക്കുന്ന, ഹയ്യ് കോളനി, അജൂസ് പറഞ്ഞാൽ വൃദ്ധ, തെക്തസിബുബി നിക്തസബബി പറഞ്ഞാൽ അധ്വാനിക്കുക സമ്പാദിക്കുക, ഹിയാത്തത്ത് പറഞ്ഞാൽ തുന്നൽ, അംഫഖാല തുംഫിഖാല പറഞ്ഞാൽ അവൾ ചിലവഴിക്കുന്നു, കബീറു നഫ്സ് പറഞ്ഞാൽ വലിയ മനസ്സിനുടമ, ലായക്കുബൽ സ്വീകരിക്കുക ഇല്ല, സിയാബുഹു വസ്ത്രം, റഹീസത്ത് വില കുറഞ്ഞത്, ദായിമൻ എപ്പോഴും നദീഫത്ത് വൃത്തിയുള്ളത്, സ്വലാഹ് പറഞ്ഞ നന്മ, അദബ് പറഞ്ഞ മര്യാദ, ജിത്തിഹാദ് പറഞ്ഞ പരിശ്രമം, വാളബത്ത് പറഞ്ഞ സ്ഥിരോദ്ധാനം. ഓക്കെ, ലറസ പറഞ്ഞ പരാജയപ്പെടുക, ലമർസ് പരാജയപ്പെട്ടിട്ടില്ല, ഇംതിഹാന് പരീക്ഷ, ഹസിന ദുഃഖിച്ചു, കത്തീറൻ ഒരുപാട്, റസബ പരാജയപ്പെടുക. പിന്നെ അതുപോലെ തന്നെ ഷജ്ജ അത്തുഹു ഷജ്ജ എന്നാൽ പ്രേരിപ്പിക്കുക, താല്പര്യപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ നജഹ വിജയിച്ചു. പിന്നെ ചിൽമീദ് വിദ്യാർത്ഥി, നജീബ് പറഞ്ഞ ഉന്നത തറവാട്ടുള്ളതെന്നർത്ഥം. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്ക് ഉപയോഗിക്കാറുണ്ട്, ഏതായാലും നല്ല ഉന്നത കുലജാതൻ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ യുബരിസു ബർറസ് യുബരിസു എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതാവുക, ബർറസ മികച്ചതാവുക എന്നർത്ഥം. കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ആളായി മാറുക എന്ന അർത്ഥത്തിനേക്കാണ്. വഹാഫളൂന അല എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, പതിവാക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. പിന്നെ തഗ്ലബ് ദേഷ്യപ്പെടുക, ലം തഗ്ലബ് ദേഷ്യപ്പെട്ടിട്ടില്ല. അല്ല ആക്കുവാൻ ഞാൻ ആകാതിരിക്കാൻ, ഷർറുൽ അസ്തിഖാ ചീത്ത കൂട്ടുകാരാവാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നോക്കട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.